നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലീവിലാണ്. അപ്പോൾ ഇതാ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എന്താണെന്ന് അത് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, നമ്മളെ ലീവിലെ ദിവസമാണ്. അപ്പം പെരുന്നാൾ നമ്മളെ പെരുന്നാൾ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ്. ഓടക്കുള്ളിൽ പോയാ ഇപ്പോൾ പെയിൻറ്റിങ് പ്രോസസ്സ് കയ്യിലെല്ലാം ഇട്ടാണ് നടക്കുന്നത്. ഇന്നാ പെരുന്നാളായിട്ട് പരിപാടി അതെ മന്തിക്കാൻ പോകുന്ന പറയുന്നുണ്ട്. പോയില്ലോ നോക്കാം. അപ്പം രത്നേച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓൺ വോയിസ് പറയുമ്പോഴത്തേക്ക് അപ്പുറത്ത് രത്നേച്ച് അലക്കുന്നതിൻ്റെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് കുറച്ച് എൻ്റെ ചെടികളും പിന്നെ എൻ്റെ തക്കാളിയെല്ലാം ഉണ്ട്, അതെല്ലാം പറിക്കാൻ വേണ്ടി നമുക്ക് പോവാം. കണ്ണ് വെക്ക്. ഇത് റോസ്, ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. കറ്റാർ വാഴ കണ്ടാ, ഇത് ഞാൻ സ്യൂഡോമോണസ് തെളിച്ചതാന്ന്. അതാന്ന് ഇങ്ങനെ അതിൻ്റെ പുഴു തിന്നു. ഇത് നന്നായിട്ടുണ്ടേ, പക്ഷേ വേറൊന്നും ഇട്ടിട്ട് നന്നായിട്ടില്ല. ഇതാണ്ടാ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. പുതിന കൊണ്ടുവന്ന് നട്ടത്. കൃഷി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചീര, കുറേ പറിച്ച്. തക്കാളി 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 ഇത് ഏകദേശം ആയിരം പറിക്കാം. കടുക് ആയിരുന്നു പറിക്കേണ്ട, അടുക്കളയിൽ നിന്ന് എടുക്ക്. ഫോണായിരുന്നു. നമുക്ക് തക്കാളി ഒരു 2-2.5 കിലോ ഇപ്പം കിട്ടിയിരുന്നു മൊത്തമായിട്ട് എല്ലാ ദിവസമായിട്ട്. എൻ്റെ തക്കാളി ഈ ഒരു ഭാഗത്ത് കുറേ ചെടി ഞാൻ നട്ടിട്ടുണ്ട്, പക്ഷെ നല്ല വെയിലായി. ഇപ്പം സമയം ഒരു 9 മണി ആയിട്ടില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. ഈ ഒരു സൈഡിൽ നല്ല വെയിലടിക്കുന്നതാണ്. അപ്പോൾ ഒരു 2-2.5 കിലോളം തക്കാളി എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പുറത്തത്തെ കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി തക്കാളി അടുക്കളയിൽ കൊണ്ടുവയ്ക്കണം. അതിനിപ്പോഴും ഞാൻ അപ്പുറത്തെ വീട്ടിൽ 2 കൊണ്ട് കൊടുത്തിട്ടുണ്ട്. 4 കൊടുത്തു. അപ്പോൾ ആടെ നിനക്ക് കിട്ടിയ മധുരക്കിഴങ്ങാണിത്. തക്കാളി എടുത്തപ്പോൾ മധുരക്കിഴങ്ങ് ഇങ്ങോട്ട് തന്നു. രാവിലെ തന്നെ പൂരിയാണ് തിന്നിന്, അതുകൊണ്ട് ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനേതായാലും ടേസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. എനിക്കും വയറ് നിറഞ്ഞിട്ടേ ഇല്ലത്. ഇതെല്ലാം ഒരുപാട് തേങ്ങയും വറുത്തിട്ടതെല്ലാം കാണുമ്പം ഒന്ന് കഴിക്കാമെന്ന് തോന്നി. അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ വയറിൽ സ്ഥലമില്ല. അപ്പോഴത്തേക്ക് നമ്മളതാ പൂച്ചയുടെ കിടക്കുന്നുണ്ട്. മുൾട്ടാണി വണ്ടിയെല്ലാം തേച്ചിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ സുന്ദരി. ചൂടെല്ലായതുകൊണ്ട് തന്നെ ഒന്ന് തണുപ്പിക്കാന്ന് വെച്ചിട്ട് എല്ലാവരും മുൾട്ടാണി വട്ടിയെല്ലാം വാരി തേച്ച് അവസാനം കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അമ്പലത്തിൽ സപ്താഹം നടക്കുവാണ്. അപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളതാ കുളിയെല്ലാം കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളെ പെരുന്നാളിൽ നമ്മൾ ആദ്യം പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അവിടെ സമയമെല്ലാം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞാൽ അവിടെ ചോറുണ്ട് കേട്ടോ. അപ്പം നാളെയാണ് ആറാട്ട് സദ്യ. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, പക്ഷെ ചൂട് സഹിക്കാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം പോവാണ്ടിരുന്നത് തന്നെ. അങ്ങനെ ഇതാ എല്ലാവരും ചോറുണ്ണേണ്ട സമയമായി. അപ്പോൾ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ പ്രസാദവും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ചോറിനടുത്ത് നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പോയി. അതിന് മുന്നേ അമ്പലത്തിൽ പോയി തൊഴുതിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറ എടുത്തിട്ടില്ല, കാരണം നമ്മൾ തൊഴാൻ പോയതല്ലേ. പിന്നെ നമ്മൾ വിചാരിച്ച് തിരക്കെല്ലാം ഒഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ കുളത്തിൻ്റെ അടുത്തൊന്നും പിന്നെ ഉള്ളോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ ആദ്യത്തെ ടീം അങ്ങ് ഭക്ഷണം കഴിച്ചിട്ട് വരട്ടെ, തിരക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് കുറേ തിരക്കങ്ങ് പോയിട്ടാ. അങ്ങനെ വലിയ ക്യൂ ഒന്നും ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് തന്നെ നീങ്ങിനി. അങ്ങനെ നല്ല ചൂട് ചോറും കറിയും കൂടി ഉണ്ട്. പരിപ്പും സാമ്പാറും തോരനും അച്ചാറും പിന്നെ പായസം.
പായസത്തിന് ഭയങ്കര മധുരമായിരുന്നു. മാളും ആദ്യം ഇപ്പുറത്തെ സൈഡിലിരുന്നു. പാടെ വെയിലടിച്ചിട്ട് പിന്നെ അവർ എൻ്റെ സൈഡിലേക്ക് തന്നെ വന്നിരുന്നു. അങ്ങനെ ഇതാ ഞാൻ പെട്ടെന്ന് ചോറുണ്ട് എണീച്ച് പുറത്തേക്ക് വന്നു. പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് ഒരു സഹിക്കാൻ പറ്റുന്നില്ല കണ്ണിൽ വെയിലടിച്ചിട്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. അപ്പോൾ ചൂടും കൂടി ആയതുകൊണ്ട് നിലത്തങ്ങ് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഉറക്കാലം കഴിയുമ്പോൾ ആദു വന്നു കേട്ടോ കളിക്കാൻ. അങ്ങനെ മാളും ആദും കൂടിയിട്ട് ഇതാ പാമ്പും കോണിയും എല്ലാം കളിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ചായ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. ഭയങ്കര ചൂടല്ലേ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ചൂട് അത്ര ആയതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മെയിൻ സംഭവം ഇന്ന് മന്തി കഴിക്കാമെന്ന് പോകാമെന്ന് പറഞ്ഞതായിരുന്നു. ഇന്നലെ പോകാമെന്ന് പറഞ്ഞാന്ന് രാത്രി കുറച്ച് ലേറ്റ് ആയി 8 മണിയെല്ലാം അതിന് പോകുമ്പോൾ. അപ്പോൾ നേരെ സൗദി ഷവായിൽ പോയി. അപ്പോഴത്തേക്ക് തുറന്നിട്ടില്ല. അങ്ങനെ ഒരുവിധം നമ്മുടെ മന്തി കിട്ടുന്ന സ്ഥലമൊന്നും തുറന്നിട്ടില്ല. അവസാനം നമ്മളിതാ എത്തിയിട്ടുള്ളത് എമക് മന്തിയിലാണ്. പാടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ക്യൂ ആണ് കേട്ടോ, വെയിറ്റിംഗ് ആണ്. കുറേ സമയം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സീറ്റ് കിട്ടി. അവിടെ നിന്നിട്ടില്ല, കണ്ണ് നല്ലോണം എരിയുന്നുണ്ടായിരുന്നു ഈ പുക വന്നിട്ട്. അവസാനം അതാ നമ്മളൊരു ഹാഫ് ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തിന്. അതിന് മുന്നേ ഒരു ക്വാർട്ടർ ബീഫ് മന്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് ഇപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ കഴിക്കാൻ പോവാന്ന്. റൈസ് അൺലിമിറ്റഡ് അല്ല, മന്തി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അധികം മസാലയൊന്നും ഇല്ലാണ്ട് കുഴപ്പമൊന്നും ഇല്ലാണ്ട് കഴിച്ചു. കണ്ണെരിയുന്ന മാത്രം ഒരു പ്രശ്നമായിട്ടുണ്ടായിട്ടു. അങ്ങനെ മന്തിയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പോകാമെന്നിരിക്കുമ്പോഴേക്കേ നല്ല പോലെ വയറെന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു കുറച്ച് സമയം നടക്കാമെന്ന്. പിന്നെ ഉള്ളിൽ നല്ല ചൂടുമായിരുന്നു. അങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ മന്തി തീറ്റിയും കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. ഇനി ഇതാ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ആളും ഹാപ്പി ആയിട്ടാണ്. നടക്കാനൊക്കെ മടിയുണ്ട്, വയറ് നിറച്ചും കഴിച്ചതല്ലേ. അപ്പോൾ ഇന്നത്തെ പെരുന്നാൾ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാന്ന്. എനിക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇപ്പോൾ ഒരുപാട് ഡിലേ ഉണ്ട് കേട്ടോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്, നാട്ടിലായതുകൊണ്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.